നമസ്കാരം. ആര്യ രാജേന്ദ്രൻ, പഴയ മേയർ, ആ മേയറിനെ കുറിച്ച് സ്വന്തം പാർട്ടിയിലെ തന്നെ മറ്റൊരു നേതാവ് ഗായത്രി ബാബു പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് വലിയ ചർച്ചാ വിഷയമായി. കാരണം അത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട തരത്തിലേക്ക് ആ വാർത്ത എത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം വലിയ പരാജയമാണല്ലോ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF ഏൽക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തികളാണ് അതിനകത്ത് പറയുന്ന ചില വരികൾ വളരെ ശ്രദ്ധേയമാണ്. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായിട്ട് തന്നെക്കാൾ താഴ്ന്നവരുള്ള പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും ഉൾപ്പെടെ കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്ത സമയം തന്നെ കാണാൻ പുറത്തു വന്നിരിക്കുന്ന 4 ആളെ കാണാൻ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ, പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നുവെങ്കിൽ, കൗൺസിലിനുള്ളിൽ തന്നെ ഒരു നല്ല ടീം ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം ഇത്ര കനത്തിലാകുമായിരുന്നില്ല ആ തിരിച്ചടി. ഇത് എന്റെയോ ഇവിടെയുള്ള മറ്റു കോൺഗ്രസ്സുകാരുടെയോ അല്ലെങ്കിൽ BJP-ക്കാരുടെയോ ഒന്നും വാക്കല്ല. സ്വന്തം പാർട്ടിയിലെ CPM-ന്റെ തന്നെ പാർട്ടിയിലെ ഒരു കൗൺസിലർ കൂടി ആയിട്ടുണ്ടായിരുന്ന ഗായത്രി ബാബുവിന്റെ വാക്കുകളായിരുന്നു. ഈ വാക്കുകൾ കേരളം ശ്രദ്ധിച്ചതാണ്. പക്ഷേ അതിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പടലപ്പണക്കങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനകളും ആര്യ രാജേന്ദ്രൻ നടപ്പിലാക്കിയ പദ്ധതികൾ എന്ന് പറയപ്പെടുന്നത് വിമർശന വിധേയമാണ് എന്നുള്ളതിന്റെ സൂചനകളുമല്ലേ ഇത്? ഈ വൈകിയ വേളയിലെങ്കിലും ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളും വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നത് കേരളത്തിലെ ജനങ്ങളെക്കാൾ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ആ പാർട്ടിക്കാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രയോജനം ആ പാർട്ടിക്ക് ഉണ്ടാകണമെന്ന് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇവിടെ ഞാൻ ഊഹിക്കുന്നതും മനസ്സിലാക്കുന്നതും ഏറെക്കുറെ ശരിയാകാൻ സാധ്യതയുള്ളതും ഈ മേയർ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഒരു ശൈലി, അദ്ദേഹമാണല്ലോ നമ്പർ 1, അദ്ദേഹം തീരുമാനിക്കുന്നതാണല്ലോ പാർട്ടി തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളവും മേയറാണ് നമ്പർ 1. പാർട്ടി ജില്ലാ സെക്രട്ടറിയേക്കാൾ വലുത് മേയറാണ്. തിരുവനന്തപുരത്തെ ആൾ ഇൻ ആൾ മേയറാണ് എന്നുള്ള ഒരു ചിന്ത ആ കുട്ടിക്കുണ്ടായെങ്കിൽ അത് അങ്ങനെ ഒരു ചിന്ത ജനിപ്പിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കോ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കോ ചെയ്യാവുന്നത് തനിക്കും ചെയ്യാമെന്ന് തോന്നിപ്പോയാൽ കുറ്റപ്പെടുത്താനൊക്കില്ല. ഇനി ഈ വിഷയം ഇപ്പോഴാണ് പുറത്തു വന്നതെങ്കിലും, അതായത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണല്ലോ നേരത്തെ വായിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുമ്പം അതൊരു ഓപ്പൺ ഡോക്യുമെന്റാ, എല്ലാവരും അറിഞ്ഞുകൊള്ളട്ടെ എന്നുള്ളത് വെച്ചിട്ട് രഹസ്യ തീരുമാനമൊന്നുമല്ല. അത് വന്നെങ്കിലും വന്നതിനേക്കാൾ വേഗത്തിൽ അത് മുങ്ങി. അതിനേക്കാൾ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് അപ്പോഴും ഉറപ്പായി, എന്തായാലും ഈ പോസ്റ്റ് ചെയ്ത ആളിന് ഉൾവിളി ഉണ്ടായി സ്വയം മാറ്റിയതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, ഭീഷണി എന്ന് കാണും. അപ്പോഴും ഒരു കാര്യം ഉറപ്പായി, ആ മേയർ ചെയ്തതിനെ അംഗീകരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതൊരു ചർച്ചാ വിഷയമാകട്ടെ എന്നുള്ള നിലയിൽ ഒരു തെറ്റിദ്ധരുത്തലിന്റെ ഭാഗമാകേണ്ടതാണ്. ആരുടെ ഭാഗമാണ് ശരി എന്നുള്ളത് പോലെ മേയറാണോ ശരി, ഗായത്രി ബാബു ആണോ ശരി, രണ്ടുപേരും ഒരു പാർട്ടിയാണല്ലോ. അതിനൊരവസരം കൊടുക്കാത്ത എന്താ? അപ്പോൾ ഈ CPM-ന്റെ ആ ശൈലി തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട തീരുമാനം എടുക്കുന്ന സമയത്ത് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വാക്ക് കടമെടുത്താൽ മുഖ്യമന്ത്രി പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുക്കും, അത് വായിക്കും, അതാണ് തീരുമാനം. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഞാൻ ഇതേ കണക്ക് ഒരു കടലാസ് എടുത്തുകൊണ്ട് പോയി വായിച്ചാൽ 100 പേര് അതിനെ എതിർക്കും. ഞാനും പണ്ട് 100 പേരെ എതിർത്തിട്ടുണ്ട്. അത് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഒരു പാർട്ടിയുടെ നമ്പർ 1 പറഞ്ഞാലും, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ പോലും ശ്രീ VD സതീശൻ അന്ന് എതിർത്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുക. അതൊരു ചർച്ച വരാൻ വേണ്ടിയിട്ടാണെന്ന്. അത്തരത്തിലുള്ള ഒന്നും ഈ പാർട്ടി CPM-ൽ അനുവദിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണിത്. അതെ. പിന്നെ മറ്റൊന്ന്, ഈ ഗായത്രി ബാബു തന്നെ പറയുന്നു, ഞാൻ ഇത് ഇപ്പോഴല്ല ആദ്യമായി പറയുന്നത്, പരസ്യമായി പറയുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള യോഗത്തിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പറയുന്നു. അത് ഇപ്പോഴാണ് നമ്മൾ ഇപ്പോഴാണല്ലോ അറിയുന്നത്. അതാണ് അല്ല ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഇതൊരു തിരിച്ചറിവാണോ എന്നുള്ളതാണ്. തിരിച്ചറിവ് മാത്രമല്ല, ഇതിനകത്ത് എനിക്ക് അറിയാൻ കഴിയുന്നത് ഇതൊരു കൊതിക്കറിവാണെന്നുള്ളതാണ്. കാരണം 2020 മേയർ സ്ഥാനാർത്ഥികളൊക്കെ പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ പരാജയമായി.
ആ 2020 ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിലേക്ക് നടന്ന മത്സരത്തിൽ അന്ന് ഇതുപോലെ മേയർ സ്ഥാനാർത്ഥികളായിട്ട് LDF മുന്നോട്ട് വെച്ചവരെല്ലാം അന്ന് പരാജയപ്പെട്ടു. പുഷ്പലത അടക്കമുള്ളവർ പരാജയപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിൽ അതെ ഒലീന അടക്കമുള്ളവർ അന്ന് പരാജയപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിൽ ആരാണ് അടുത്ത, കാരണം വനിതാ സംവരണം കൂടിയായിപ്പോയി. അപ്പോൾ വളരെ കുഞ്ഞു കുട്ടികളായിട്ടുള്ളവരാണ് ഈ പറഞ്ഞ ആര്യ രാജേന്ദ്രനും, അപ്പുറത്ത് കുറച്ചുകൂടെ പ്രായത്തിലുള്ളതാണ് ഗായത്രി ബാബു. രണ്ടുപേർക്കും സാധ്യതകൾ കൽപ്പിച്ചു. ഗായത്രി ബാബു മേയർ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗായത്രി ബാബു എന്ന് പറയുന്നത് ഈ മഞ്ജൂർ ബാബു എന്ന് പറയപ്പെടുന്ന CPM നേതാവിന്റെ മകൾ കൂടിയാണ്. അപ്പോൾ അവർക്കുള്ള സാധ്യത വളരെ വലുതായിരുന്നു. എന്നാൽ അതേസമയം അന്ന് തീരുമാനമെടുത്ത പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ എടുത്ത തീരുമാനം ആര്യ രാജേന്ദ്രൻ മേയർ ആകട്ടെ എന്നുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി അങ്ങനെ മേയർ ആവട്ടെ, കുട്ടി മേയർ എന്നുള്ള തരത്തിലേക്ക് മേയറൂട്ടിയായി മാറുകയും ചെയ്തു. പക്ഷേ മേയറൂട്ടി തൊടുന്നതെല്ലാം വിവാദങ്ങളും വിമർശന വിധേയവുമാകുന്ന തരത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഗായത്രി ബാബുവിന് അന്ന് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ പദവിയാണ് മേയർ എന്ന് പറയപ്പെടുന്നത്. ആ പദവി ഇപ്പോൾ 2025 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വന്തം മകൾക്ക് നഷ്ടപ്പെട്ടതുപോലെ തന്നെ അച്ഛനും നഷ്ടപ്പെടുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥികൾ, LDFന്റെ മേയർ സ്ഥാനാർത്ഥികൾ എല്ലാം ജയിച്ചു. ശ്രീകുമാർ ജയിച്ചു, SP ദീപക് ജയിച്ചു, ഈ പറയുന്ന മഞ്ജൂർ ബാബു ജയിച്ചു. മഞ്ജൂർ ബാബു എന്ന് പറയുന്നത് ശിവശങ്കരൻ നായർ, ശിവൻകുട്ടി നായർ അല്ലേ, അങ്ങനെയുള്ള അദ്ദേഹം വരെ ജയിച്ചു. അവർ അങ്ങോട്ട് മുന്നിൽ വെച്ച എല്ലാവരും മഞ്ജൂർ ബാബു അടക്കമുള്ളവർ വിജയിച്ചു വന്നു. പക്ഷേ LDF വിജയിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി? മേയർ സ്ഥാനം ഇല്ലാതായി. അപ്പോൾ അവിടെയും സംഭവിച്ചത് ഏരിയ സെക്രട്ടറി പദമൊക്കെ രാജിവെച്ചിട്ടാണ് ഈ മഞ്ജൂർ ബാബു മേയർ ആവാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് കച്ചകെട്ടി ഇറങ്ങിയത്. പക്ഷേ പരാജയം സംഭവിച്ചു. അവിടെയാണ് മകളുടെ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ അറിയുന്നത് എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഇവരെല്ലാവരും ഇത് പുറത്തു പറഞ്ഞത്. അത്രയ്ക്കും ടെമ്പർ തെറ്റി പറഞ്ഞു പോയതാണ്. കാരണം മേയർ ആകാനും പറ്റില്ല, ഏരിയ സെക്രട്ടറി പദവിയും പോയി, ഈ പറയുന്ന പോലെ LDF വിജയിച്ചതുമില്ല, ഗായത്രി ബാബുവിന് മുമ്പ് മേയർ സ്ഥാനം കിട്ടിയതുമില്ല, ഇനി ഒരിക്കലും ഇതൊന്നും കിട്ടാനും പോകുന്നില്ല എന്നുള്ള സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ അവിടെ ജനറൽ കാറ്റഗറിയിലാണ് മേയറുടെ പദവി തിരഞ്ഞെടുക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു അടുത്ത് വരുന്നതായിരിക്കും ചിലപ്പോൾ വനിതാ സംവരണം എന്ന് പറയപ്പെടുന്നത്. അടുത്ത ചിലപ്പോൾ വനിതാ സംവരണം വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടും എന്നുള്ള ഉറപ്പായപ്പോൾ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുക, കാര്യം വിളിച്ചു പറയുക, ഇതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയതെന്ന് പറയുക. അപ്പോൾ തിരിച്ചറിവ് സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ ഉണ്ടായിരിക്കുന്നു, ഗായത്രി ബാബുവിന് തന്നെ ഇത് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഗായത്രി ബാബു വിളിച്ചു പറഞ്ഞത് ഈ പാർട്ടിക്കുള്ളിൽ നടന്നത് അഹങ്കാരം കൊണ്ട് നിറഞ്ഞതാണ്, ഈ പരാജയം വിളിച്ചു വരുത്തിയതാണ്, ആര്യ രാജേന്ദ്രൻ സമ്മാനിച്ചതാണ്. ആർക്ക്? BJPക്ക് മേയർ പദവി എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ആ തരത്തിൽ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ അവരെ ന്യായീകരിച്ച് കാര്യമില്ല. പക്ഷേ ഈ പറയുന്ന ആര്യ രാജേന്ദ്രന്റെ ശിവൻകുട്ടി മന്ത്രിയും പിണറായി വിജയനും ഒക്കെ മൗനത്തോടു കൂടിയാണെങ്കിലും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ പാർട്ടിക്കകത്തൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത. ഇതിനകത്ത് വേറൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ MP രാജേഷ് മന്ത്രിയെ തന്നെ ഈ പറഞ്ഞ ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള അവനെന്നെ അറിഞ്ഞുകൂടാ എന്ന് പറയപ്പെടുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലും പ്രതികരണം നടത്തേണ്ടി വന്ന സാഹചര്യം അത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. മേയർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളതാണ് ഈ പറയുന്ന ഗായത്രി ബാബു എന്നുള്ളത്. ഗായത്രി ബാബുവിന്റെ അച്ഛനും കൂടി ചേർന്നുകൊണ്ട് ഈ പറയുന്ന റവന്യൂ വകുപ്പിൽ ചെന്ന് റവന്യൂ മന്ത്രിയെ കാണാനായിട്ട് പോയിരുന്നു. അന്ന് കാണാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ പിന്നെയുള്ള അവരുടെ കാര്യമാണ്. പക്ഷെ ഒരു അച്ഛനും മകളും കൂടെ അല്ലല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെല്ലേണ്ടത്. ആരാണോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടെങ്കിൽ അവരാണ് പോകേണ്ടത്. അവർ പോയി കണ്ടാൽ മതി. അതിന് അച്ഛനെ കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അതാരും പൊതുസമൂഹം അറിയുന്നില്ല. അറിയാതെ വരുമ്പോഴാണ് ഇതുപോലെയൊക്കെ പലർക്കും ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പോലെ LDF നടക്കുന്ന പല കാര്യങ്ങളും ആരും അറിയാറില്ല, CPM നടക്കുന്ന പല കാര്യങ്ങളും ആരും അറിയാറില്ല. അപ്പൊ അങ്ങനെ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ഗായത്രി ബാബു പറഞ്ഞപ്പോൾ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച വളരെ കൃത്യമാണ്. കാരണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അത് പറഞ്ഞു മിനിറ്റുകൾക്കകം അത് അപ്രത്യക്ഷമാകുന്നു. എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതിനാൽ താങ്കൾ പറഞ്ഞ പോലെ ഭീഷണിയായിരിക്കും. അപ്പൊ ഇനി ഇവർക്കുള്ള സാധ്യത എങ്ങനെയായിരിക്കും? ഈ ഗായത്രി ബാബുവിന്റെ അച്ഛൻ മഞ്ജൂർ ബാബുവിന്റെ ഒക്കെ സാധ്യത എന്ന് പറയുന്നത് എത്രത്തോളം? അത് കാത്തിരുന്ന് കാണണം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ദയനീയമായ പരാജയം CPMന് ഉണ്ടായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൃത്യമായിട്ട് അത് തന്നെ ആണെങ്കിലും അല്ലെങ്കിലും അതിന്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ട വ്യക്തി മേയർ തന്നെയാണ്. അതിനൊരു സംശയമില്ല. എന്ന് മാത്രമല്ല, ആ മേയറെ കുറിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, നമ്മുടെ മേയർ കുട്ടി, അങ്ങനെ ഒക്കെയുള്ള ഓമന പേരിലൊക്കെ വന്ന വ്യക്തി തുടക്കം മുതൽ പിന്നെ ഒരുപാട് പരാതികൾക്ക് ഇടവരുത്തിയ വ്യക്തിയാണ്. 2020
ഡിസംബർ 28-നാണ് അവർ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 2 മാസം കഴിഞ്ഞ് 21 ഫെബ്രുവരിയിലെ ആറ്റുകാൽ പൊങ്കാല കോവിഡ് കാരണം നടക്കാത്ത ആ സമയത്ത് അവിടുത്തെ ശുചീകരണത്തിന് ശുചീകരണ തൊഴിലാളികൾക്ക് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത, കാരണം ദോശയും ചമ്മന്തിയും വാങ്ങിച്ചു കൊടുത്താൽ ചെറിയ തുകയെ അടിച്ചു മാറ്റാൻ പറ്റും. അപ്പൊ ആ 3 മാസം കൊണ്ട് തന്നെ അത് ചെയ്തത് ആരാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് മേയർ ഒപ്പിടണ്ടേ. അപ്പൊ അവിടെ തൊട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ആ ഒരു ബസ്സിലെ ഡ്രൈവറെ എന്ത് പ്രകോപനം ഉണ്ടായാലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കുറെയൊക്കെ ഒന്ന് താന്നു കൊടുക്കണ്ടേ. തീർച്ചയായും സ്വന്തം ഭർത്താവായ MLA-യെയും കൂടെ കൊണ്ടുപോയി കൂട്ടുകുടുംബത്തോടെ കൊണ്ടുപോയി കാണിച്ച്. അപ്പൊ അതൊക്കെ ഒരുപാട് ആ പാർട്ടിക്കകത്ത് ഒരുപാട് അമർഷമുണ്ട്. ഇത് പക്ഷേ മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് ദൈവശാപം ഏക്കണ്ട എന്നുള്ള പേടി കൊണ്ടായിരിക്കും പലരും പറയാതെ. ഈ ബസ് ഡ്രൈവറെ നടു റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് ഈ ഭാര്യയും ഭർത്താവും കൂടെ കാണിച്ച ഷോയും ജനം മറന്നിട്ടില്ലല്ലോ. ആ വിഷ്വലൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും? എന്നിട്ട് അതിനേക്കാൾ രസം ആ മെമ്മറി കാർഡ് കാണാനില്ല. ഇവിടെ ദിലീപിന്റെ മെമ്മറി കാർഡ് വലിയ വാർത്തയായി, പക്ഷെ ഈ ബസ്സിലെ മെമ്മറി കാർഡ് എവിടെ പോയി? എന്നിട്ട് ആ യദു എന്ന് പറയുന്ന ഡ്രൈവർ കൊടുത്ത കേസിനകത്ത് 1ഉം 2ഉം പ്രതിസ്ഥാനത്ത് കൊടുത്തവരെയൊക്കെ ഒഴിവാക്കി ഒരുപാട് അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ട്. ഒരുപാട് അതുകൊണ്ടാണല്ലോ മത്സരിക്കാനോ സ്വയം തയ്യാറാകാതിരുന്നതോ മത്സരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുകയോ ചെയ്തത്. എങ്ങനെയായാലും പാർട്ടിക്കുള്ള തിരിച്ചറിവാണ്. കാരണം ഈ ആര്യയെ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഈ 29 സീറ്റ് തന്നെ കിട്ടൂലായിരിക്കും. അത് അവർക്കുള്ള തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് ഗായത്രി ബാബു ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും അതുകൊണ്ടായിരിക്കണം. കാരണം ഈ പാർട്ടിയെ ഈ തരത്തിലേക്ക് ഈ നിലവാര തകർച്ചയിലേക്ക് എത്തിച്ചത് ആര്യ രാജേന്ദ്രൻ തന്നെയാണ് എന്ന് അവർ തുറന്നടിച്ചതാണ്. പക്ഷെ അത് ഭീഷണിയുടെയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന്റെയൊക്കെ ഫലമായിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്തിരിക്കാം. പക്ഷെ എന്തൊക്കെ ഫേസ്ബുക്ക് നീക്കം ചെയ്തിരുന്നാലും ശരി, ജനങ്ങളുടെ മനസ്സിൽ ആര്യ രാജേന്ദ്രൻ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ മറക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ഇപ്പൊ പാർട്ടിയിൽ ഇപ്പോൾ വിഭാഗീയത ഇല്ല എന്ന് പറയുന്നത് അത് അടിച്ചമർത്തി വിഭാഗീയത ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി വന്നിരുന്ന പാരമ്പര്യം പണ്ടൊന്നുമില്ല. പക്ഷെ ഇത്തവണ നടന്ന എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും അദ്ദേഹത്തിന്റെ ജില്ല ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം. മുഖ്യമന്ത്രി ഇരുന്നാൽ പലതും പരസ്യമായി പറയാൻ ആളുകൾ ധൈര്യപ്പെടില്ല. ഇവിടെ ശ്രീമതി ഗായത്രി ബാബു ഈ പോസ്റ്റ് ഇട്ടത് അവരുടെ വ്യക്തിപരമായ ഒരു കൊതിക്കറിവൊക്കെ അതിന്റെ പിന്നിൽ ഉണ്ടെങ്കിലും അതിനേക്കാൾ വലുത് പിന്നിൽ നിന്നും വേറെ പ്രേരക ശക്തികളുണ്ട് പാർട്ടിക്കകത്ത്. വിട്ടോളാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട്, ഒപ്പമുണ്ട് എന്നുള്ള പിന്തുണയും കൂടെ കിട്ടിയത് കൊണ്ടാണ് അതിന്റെ പ്രതിധ്വനി. വേണമെങ്കിൽ ഈ പിണറായി വിജയനെതിരെയുള്ള ഒരു പടയൊരുക്കായിട്ട് ഇതിനെ കണക്കാക്കാം അല്ലെ. ഇത് ചില കാര്യങ്ങൾ ചില നിമിത്തങ്ങൾ ആകും എന്നുള്ളത് പോലെ ഇതൊരു നിമിത്തമായി അതിനകത്ത് ഈ പാർട്ടി തിരിച്ച് പഴയ നിലയിൽ എത്തണം. അതെ, പഴയ നിലയിൽ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിൽ നിന്നും പോയി നല്ല ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നല്ല ഒരു പ്രതിപക്ഷമായി 5 കൊല്ലം പുറത്തിരിക്കണമെന്ന് ആഗ്രഹമുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ഉണ്ട്. ഇതിന്റെ പിന്നിൽ അണിനിരക്കുക തന്നെ ചെയ്യും, ഒരു തർക്കവുമില്ല.